നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ആഗസ്റ്റ് 3 മുതൽ 2026 ആഗസ്റ്റ് 9 വരെയുള്ള കാലയളവിലെ പ്രധാനപ്പെട്ട ഗ്രഹസഞ്ചാരത്തെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ചയിലെ പ്രധാന ഗ്രഹനിലകൾ ശ്രദ്ധിച്ചാൽ കർക്കിടകം രാശിയിൽ തുടരുന്ന വ്യാഴവും മീനം രാശിയിലെ ശനിയും ഇടവം രാശിയിലെ ചൊവ്വയും ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ രാശിക്കാർക്കും ഈ കാലയളവ് നൽകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. ഓരോ വ്യക്തിയുടെ ജനന സമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന പൊതുഫലങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. കൂടുതൽ വ്യക്തതയ്ക്കും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിനും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷപരമായ ഇത്തരം വിശേഷങ്ങളും വാരഫലങ്ങളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുതേ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ഫലങ്ങളും ഒപ്പം ചില കാര്യങ്ങളിൽ മിശ്രഫലങ്ങളും പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മികച്ച അംഗീകാരങ്ങളും പുതിയ ഉത്തരവാദിത്തങ്ങളും തേടിയെത്തും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയോടെ നിർണായക തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി നല്ലൊരു സഹകരണം നിലനിർത്താൻ ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവും പ്രയത്നവും കൃത്യമായി പ്രതിഫലിക്കുന്ന സമയമാണിത്. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കും. ബിസിനസ് രംഗത്ത് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സാഹചര്യം കാണുന്നു. എതിരാളികളെ സമർത്ഥമായി നേരിടാനും വിപണിയിൽ പുതിയ പദ്ധതികൾ അവതരിപ്പിക്കാനും സാധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില ബിസിനസ് കരാറുകൾ ഈ ആഴ്ച പുനരാരംഭിക്കാൻ കഴിയും. പങ്കാളിത്ത ബിസിനസ്സിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെ തൃപ്തികരമായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. പഴയ കടങ്ങൾ തീർക്കാനും ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടില്ല. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാൻ യോഗം കാണുന്നു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം അനുഭവപ്പെടും. ബന്ധുക്കളുമായി ഒത്തുചേരാനും നല്ല സമയം ചെലവഴിക്കാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സമയമാണിത്. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾ വിജയം കാണും. ശാരീരിക ക്ഷമതയും ഊർജ്ജസ്വലതയും നിലനിൽക്കുമെങ്കിലും ജോലിത്തിരക്ക് കാരണം ചെറിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. സമീകൃതാഹാരം ശീലമാക്കുകയും വ്യായാമം മുടങ്ങാതിരിക്കുകയും ചെയ്യുക. കാര്യവിജയം, സാമ്പത്തിക ലാഭം, കുടുംബസൗഖ്യം എന്നിവ ഈ ആഴ്ചയിലെ ഗുണഫലമാണ്. അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. ദയാദാക്ഷിണ്യങ്ങളിൽ മിതത്വം പാലിക്കുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ഗണപതി മന്ത്രങ്ങൾ ജപിക്കുകയും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക പുരോഗതിയും കുടുംബത്തിൽ സന്തോഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം മേലുദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണയോടെ വലിയ പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്ന വാരമാണിത്. ബിസിനസ്സിൽ നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്താനും സംരംഭങ്ങൾ വിപുലീകരിക്കാനും അനുകൂലമായ
അനുകൂലമായ അന്തരീക്ഷമുണ്ട്. കച്ചവട രംഗത്ത് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നത് വഴി വലിയ നേട്ടങ്ങൾ കൈവരിക്കാം. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള ലാഭം വന്നു ചേരും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി പണം ചെലവഴിക്കാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായി മുന്നോട്ടു പോകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നു. ബന്ധുജനങ്ങളുടെ പിന്തുണ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെയുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് പുതിയ ഗവേഷണ അവസരങ്ങൾ ലഭിച്ചേക്കാം. ഏകാഗ്രതയോടെ പഠനം തുടരുക. പൊതുവെ ആരോഗ്യം നല്ലതായിരിക്കുമെങ്കിലും ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ധനലാഭം, കുടുംബത്തിൽ സന്തോഷം, തൊഴിൽ വിജയം എന്നിവ ഈ ആഴ്ചയിലെ ഗുണഫലമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകീര്യം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ പല കാര്യങ്ങളിലും സമ്മിശ്ര ഫലങ്ങളും ചെറിയ തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം. തൊഴിൽ സ്ഥലത്ത് ചില വെല്ലുവിളികളും അനാവശ്യ തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തേക്കാം. നിങ്ങളുടെ ആശയങ്ങൾ മേലുദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ബിസിനസ് രംഗത്ത് കടുത്ത മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. പങ്കാളികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കച്ചവടത്തിൽ ചെറിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. സാമ്പത്തിക സ്ഥിതി മിശ്രമമായിരിക്കും. അപ്രതീക്ഷിതമായി ചില ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ ആഴ്ച ഒഴിവാക്കുക. ബഡ്ജറ്റ് തയ്യാറാക്കി പണം ചെലവാക്കുന്നത് ഭാവിയിലെ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ സഹായിക്കും. കുടുംബത്തിൽ ചെറിയ തോതിൽ ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വന്നേക്കാം. എങ്കിലും ബന്ധുക്കളുടെ പിന്തുണ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചെറിയ തടസ്സങ്ങൾ നേരിടാം. അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച വിജയം നേടാൻ സാധിക്കൂ. പരീക്ഷാ തയ്യാറെടുപ്പുകളിൽ കൂടുതൽ സമയം വിനിയോഗിക്കുക. മാനസിക സമ്മർദ്ദം, ശാരീരിക ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും ശരീരത്തിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം ലഭിക്കും. ദേഷ്യം നിയന്ത്രിക്കുക. യാത്രകളിൽ ജാഗ്രത പാലിക്കുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങളും ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാൻ കഴിയും. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങളിൽ വിജയം കാണും. വിപണിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും. പുതിയ ശാഖകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണിത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തികമായി മികച്ച ആഴ്ചയാണിത്. പല വഴികളിലൂടെ പണം കൈവശം വന്നു ചേരും. പഴയ കടങ്ങൾ പൂർണ്ണമായി വീട്ടിത്തീർക്കാൻ സാധിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സമ്പാദ്യമുണ്ടാക്കാനും കഴിയും. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പഴയകാല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ വീട് വാങ്ങുന്നതിനായോ നിർമ്മാണവുമായോ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വഴി തെളിയും. മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. മാനസിക ഉല്ലാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്യും. തൊഴിൽ വിജയം, സാമ്പത്തിക ഉന്നതി, കുടുംബസൗഖ്യം
എന്നിവ ഈ ആഴ്ചയിലെ ഗുണഫലങ്ങളാണ്. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് മികച്ച വിജയം കൈവരിക്കാനും പ്രശസ്തി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. തൊഴിലിൽ നിങ്ങളുടെ നേതൃത്വ പാടവം തെളിയിക്കാൻ പറ്റിയ മികച്ച അവസരങ്ങൾ വന്നു ചേരും. പുതിയ പ്രൊജക്റ്റുകളുടെ ചുമതല ഏറ്റെടുക്കുകയും അവ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യും. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ കൂടെയുണ്ടാകും. ബിസിനസ് രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് പങ്കാളികൾ ഒപ്പമെത്തുകയും സംരംഭങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യാം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് ഭാവിയിൽ വലിയ ലാഭം നൽകും. സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമായിരിക്കും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും അർഹമായ ലാഭം വന്നു ചേരും. ആഡംബര വസ്തുക്കളിലും സൗകര്യങ്ങളിലും പണം ചെലവഴിക്കാൻ സാധ്യത കാണുന്നു. സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. സാമൂഹിക രംഗങ്ങളിൽ നിന്നും പൊതുവേദികളിൽ നിന്നും അംഗീകാരം ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. അക്കാദമിക രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഠിനാധ്വാനം ഫലം കാണും. മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനത്തിൻ്റെ വിജയം ഉറപ്പാണ്. ശാരീരിക ഊർജ്ജസ്വലത നിലനിൽക്കുമെങ്കിലും അമിത ജോലി കാരണം ചെറിയ തോതിൽ ക്ഷീണം അനുഭവപ്പെടാം. യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നല്ലതാണ്. പ്രശസ്തി, സാമ്പത്തിക ലാഭം, തൊഴിൽ വിജയം എന്നിവ ഈ ആഴ്ചത്തെ ഗുണഫലമാണ്. അഹങ്കാരമോ ദേഷ്യമോ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ കാണിക്കാതിരിക്കുക. ഞായറാഴ്ച ദിവസം സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതോ ആദിത്യ ഹൃദയ മന്ത്രമോ ജപിക്കുന്നത് കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. തൊഴിൽ സ്ഥലത്ത് നിങ്ങളുടെ മേൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. കൃത്യസമയത്ത് ജോലികൾ തീർക്കാൻ അല്പം കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുടെ സഹായം തേടാൻ മടിക്കരുത്. നിങ്ങളുടെ കൃത്യനിഷ്ഠത മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റും. ബിസിനസ്സിൽ ചെറിയ തോതിലുള്ള വെല്ലുവിളികൾ ഉണ്ടായേക്കാം. എതിരാളികളുടെ തന്ത്രങ്ങളെ കരുതിയിരിക്കുക. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണം പാലിക്കുക. സാമ്പത്തിക സ്ഥിതി സാധാരണ നിലയിലായിരിക്കും. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പണം ചെലവഴിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. കടം കൊടുക്കുന്നതോ വാങ്ങുന്നതോമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായി ഒത്തുകൂടാൻ നല്ല സമയം ലഭിക്കും. എങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വീട്ടിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്തേണ്ടതുണ്ട്. അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച വിജയം നേടാൻ സാധിക്കൂ. ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത വേണം. പരമായ സമ്മർദ്ദം കാരണം ഉറക്കക്കുറവോ തലവേദനയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. കഠിനാധ്വാനത്തിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ കഴിയും. മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ബുധനാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗണപതിക്ക് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാനക്കാൽ, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച പുതിയ സൗഹൃദങ്ങളും ബിസിനസ്സിലും തൊഴിലിലും അനുകൂലമായ മാറ്റങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ദൃശ്യമാകും. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും. പുതിയ പ്രൊജക്റ്റുകളിൽ പങ്കാളിയാക്കാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരുമായി നല്ല സൗഹൃദാന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. വിപണിയിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തികമായി വളരെ മികച്ച ആഴ്ചയാണിത്. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും.
കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾക്കായി പണം ചെലവഴിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകും. ബന്ധുക്കളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. പരീക്ഷകളിൽ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. ആരോഗ്യം പൊതുവെ മികച്ചതായിരിക്കും. മാനസിക ഉല്ലാസവും സന്തോഷവും അനുഭവപ്പെടും. സാമ്പത്തിക ലാഭം, കുടുംബസൗഖ്യം, തൊഴിൽ വിജയം എന്നിവ ഈ ആഴ്ചത്തെ ഗുണഫലമാണ്. അമിതമായ ആത്മവിശ്വാസം കാരണം പ്രധാന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനക്കാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനം ആവശ്യമുള്ളതും എന്നാൽ ക്രമേണ അനുകൂല ഫലങ്ങൾ നൽകുന്ന സമയമാണ്. തൊഴിൽ സ്ഥലത്ത് ഈ ആഴ്ച ചില വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ചില വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാമെങ്കിലും അവയെ പോസിറ്റീവായി എടുത്ത് നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അർപ്പണബോധത്തോടെയുള്ള ജോലി ചെയ്യൽ പ്രൊഫഷണൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ വിജയകരമായി തരണം ചെയ്യാൻ സാധിക്കും. ഔദ്യോഗിക യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് ഭാവിയിൽ ഗുണം ചെയ്യും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ ആഴ്ച സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പുതിയ പങ്കാളിത്ത ബിസിനസ്സുകളോ വലിയ നിക്ഷേപങ്ങളോ തുടങ്ങാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് ഉത്തമമാണ്. കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ ആഴ്ച പൂർണ്ണമായി ഒഴിവാക്കുക. സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച മിശ്രമമായിരിക്കും. അപ്രതീക്ഷിതമായി ചില ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ ബഡ്ജറ്റ് തയ്യാറാക്കി പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. വലിയ തോതിലുള്ള ആഡംബര വസ്തുക്കളുടെ വാങ്ങലുകൾ ഒഴിവാക്കുക. കുടുംബത്തിൽ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വാക്തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിത പങ്കാളിയുടെയും അടുത്ത ബന്ധുക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് കരുത്താകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള സമയമാണിത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചെറിയ തടസ്സങ്ങൾ നേരിടാമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും മികച്ച വിജയം നേടാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ ആഴ്ച പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തൊഴിൽപരമായ സമ്മർദ്ദം കാരണം മാനസിക പിരിമുറുക്കവും ഉറക്കക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമം എടുക്കാനും ശ്രദ്ധിക്കുക. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനോബലം ലഭിക്കും. ദേഷ്യവും മുൻവിധികളും ഒഴിവാക്കുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിയാഴ്ചകൾ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച പുതിയ കാര്യങ്ങൾ പഠിക്കാനും തൊഴിൽ രംഗത്ത് ഉന്നതി പ്രാപിക്കാനും സാധിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് മികച്ച വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളും പ്രൊജക്റ്റുകളും ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയും ഈ ആഴ്ച കൂടെയുണ്ടാകും. വിദേശയാത്രകൾക്കോ പുതിയ ജോലി മാറ്റങ്ങൾക്കോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്തിൽ ലാഭം ഗണ്യമായി വർദ്ധിക്കുന്ന ആഴ്ചയാണിത്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനും അനുകൂലമായ സാഹചര്യമുണ്ട്. കച്ചവടത്തിൽ ഉപഭോക്താക്കളെ പ്രശംസ പിടിച്ചുപറ്റാനും പുതിയ കരാറുകളിൽ ഒപ്പിടാനും സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില വളരെ ശക്തവും തൃപ്തികരവുമായിരിക്കും. പല വഴികളിലൂടെ ധനവരവ് വർദ്ധിക്കുകയും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പണമിടപാടുകൾ അനുകൂലമായി തീരുകയും ചെയ്യും. ഭാവിയിലേക്കുള്ള സമ്പാദ്യം ഉയർത്താനും പുതിയ വസ്തുവകകൾ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ ഈ ആഴ്ച യോഗം കാണുന്നു. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളും സന്തോഷകരമായ അന്തരീക്ഷവും സംജാതമാകും. ബന്ധുക്കളുമായി ഒത്തുകൂടാനും നല്ല നിമിഷങ്ങൾ പങ്കിടാനും സാധിക്കും. ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ടു പോകും. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണിത്.
ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച കോഴ്സുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ആരോഗ്യനില വളരെ മികച്ചതായിരിക്കും. ശാരീരിക ക്ഷമതയും ഊർജവും വർദ്ധിക്കുന്നതിനാൽ ഏതു കാര്യത്തിലും ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. മാനസിക ഉല്ലാസവും സന്തോഷവും നിലനിൽക്കും. തൊഴിൽ വിജയം, സാമ്പത്തിക ലാഭം, കുടുംബസൗഖ്യം എന്നിവ ഈ ആഴ്ചത്തെ ഗുണഫലമാണ്. അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനത്തിൻ്റെ ഫലം കാണാനും സാമ്പത്തിക കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനത്തിനും വലിയ അംഗീകാരം ലഭിക്കും. മേലുദ്യോഗസ്ഥർ നൽകുന്ന പുതിയ ചുമതലകളും പ്രൊജക്റ്റുകളും ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും. തൊഴിൽപരമായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് പുതിയതും അനുകൂലവുമായ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ആഴ്ചയാണിത്. ബിസിനസ്സിൽ മാന്യമായ ലാഭം നേടാൻ സാധിക്കുന്ന സമയമാണിത്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പരസ്പര സുതാര്യതയും വിശ്വാസവും നിലനിർത്താൻ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. സാമ്പത്തിക സ്ഥിതി വളരെ സുരക്ഷിതവും ഭദ്രവുമായിരിക്കും. മുൻകാലങ്ങളിലെ നിക്ഷേപങ്ങളിൽ നിന്നും അർഹമായ ലാഭം വന്നു ചേരും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുമ്പോഴും ഭാവിയിലേക്കുള്ള സമ്പാദ്യം നിലനിർത്താൻ സാധിക്കും. ദീർഘകാലമായി നിലനിന്നിരുന്ന ചില കടബാധ്യതകൾ തീർക്കാൻ ഈ ആഴ്ച സഹായകരമാകും. കുടുംബത്തിൽ സമാധാനവും സ്നേഹവും നിറഞ്ഞ അന്തരീക്ഷമുണ്ടായിരിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മക്കളുടെ പഠന പുരോഗതിയും ചെറിയ നേട്ടങ്ങളും കുടുംബത്തിന് ഏറെ സന്തോഷം നൽകും. ബന്ധുക്കളുമായി ഒത്തുകൂടാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകളിലും അക്കാദമിക തലത്തിലും അധ്വാനത്തിന് അർഹമായ വിജയം കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യം പൊതുവെ മികച്ചതായിരിക്കുമെങ്കിലും ജോലിയുടെ ആധിക്യം കാരണം ചെറിയ രീതിയിൽ ശാരീരിക ക്ഷീണമോ തലവേദനയോ അനുഭവപ്പെടാം. ആവശ്യത്തിന് വിശ്രമവും കൃത്യസമയത്ത് ഭക്ഷണവും ഉറപ്പുവരുത്തുക. ധനലാഭം, തൊഴിൽ വിജയം, കുടുംബസുഖം എന്നിവ ഈ ആഴ്ചയിലെ ഗുണഫലമാണ്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. ശാസ്താവിനെ ഭജിക്കുകയും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം വഴിപാടായി നൽകുകയോ എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങളും പുതിയ അവസരങ്ങളും ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും. പുതിയ പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നതിനാൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാം. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ഏത് ഘട്ടത്തിലും കൂടെയുണ്ടാകും. ഔദ്യോഗികമായി പുതിയ ചുമതലകൾക്കുള്ള സാധ്യതയുള്ള ആഴ്ചയാണിത്. ബിസിനസ് രംഗത്ത് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണിത്. എതിരാളികളുടെ തന്ത്രങ്ങളെ സമർത്ഥമായി നേരിടാനും വിപണിയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് വിജയം കണ്ടെത്താനും കഴിയും. കച്ചവടത്തിൽ വിപുലീകരണം നടത്താനും പുതിയ പങ്കാളിത്തങ്ങൾ വഴി വലിയ ലാഭം കൊയ്യാനും യോഗമുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. ധനവരവ് വർദ്ധിക്കുകയും ചെയ്യും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾക്കുമായി പണം ചെലവഴിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും നിറഞ്ഞു നിൽക്കും. സുഹൃത്തുക്കളോടൊപ്പം ദൂരയാത്രകൾ പോകാനും നല്ല സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയും പരസ്പര സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. വീട്ടിൽ മംഗളകരമായ ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം പുലർത്താൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കാം. മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയം കൈവരിക്കാൻ കഠിനാധ്വാനം ഫലം കാണും. ആരോഗ്യനില വളരെ തൃപ്തികരമായിരിക്കും. മാനസിക സന്തോഷവും ശാരീരിക ക്ഷമതയും വർദ്ധിക്കുന്നതിനാൽ ഏത് കാര്യത്തിലും ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. നല്ല ചിന്തകളും പോസിറ്റീവ് എനർജിയും കൂടെയുണ്ടാകും. സാമ്പത്തിക പുരോഗതി, തൊഴിൽ വിജയം, കുടുംബസൗഖ്യം. അമിത ആത്മവിശ്വാസം ഒഴിവാക്കി പ്രവർത്തിക്കുക. ശാസ്താവിനെ ഭജിക്കുകയും ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാടായി നൽകുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉരുട്ടാതി അവസാനക്കാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ആത്മവിശ്വാസത്തോടെയും ജാഗ്രതയോടെയും നീങ്ങേണ്ടതും കഠിനാധ്വാനത്തിലൂടെ മാത്രം വിജയം കൈവരിക്കാൻ കഴിയുന്നതുമായ ഒരു ഭാരമാണിത്. തൊഴിൽ രംഗത്ത് ഈ ആഴ്ച അല്പം സമ്മർദ്ദം അനുഭവപ്പെടാം. മേലധികാരികളുടെ പ്രീതി നേടാൻ
കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. ബിസിനസ്സിൽ മാന്യമായ പുരോഗതി ഉണ്ടാകുമെങ്കിലും വലിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം വൈകാം. പുതിയ പങ്കാളിത്ത കരാറുകൾ ഉൾപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. കച്ചവടത്തിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. സാമ്പത്തിക സ്ഥിതി മിതമായ നിലയിലായിരിക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കടം വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. പണം കടം കൊടുക്കുന്നത് ഈ ആഴ്ച ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതൽ സ്വീകരിക്കുന്നത് ഭാവിയിലെ പ്രതിസന്ധികൾ തടയും. കുടുംബജീവിതത്തിൽ ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പരസ്പര സ്നേഹത്തിലൂടെ അവ പരിഹരിക്കപ്പെടും. ബന്ധുക്കളുടെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കാം. വീട്ടുചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ക്ഷീണവും അനുഭവപ്പെടാം. ഭക്ഷണക്രമം കൃത്യമായി പാലിക്കുക. പുറത്തുനിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കുക. യോഗയും വ്യായാമവും ശീലമാക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില ചെറിയ കാര്യങ്ങൾ അനുകൂലമായി തീരും. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിക്കുക. അപരിചിതരിൽ നിന്നും വലിയ വാഗ്വാദങ്ങൾ ലഭിച്ചാൽ വിശ്വസിക്കാതിരിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വലിയൊരു നന്ദി. ജഗദീശ്വരൻ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.